ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാൻ കീർത്തി. അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് കാണണ്ടേ? ഇത് കുറേ പേര് റീലിൽ കണ്ടിട്ടുണ്ടാവും. സിമ്പിളായിട്ടുള്ളൊരു നെക്ക് ഡിസൈനാണ് കേട്ടോ. സിമ്പിൾ ട്രഡീഷണൽ വെയറിനും ബ്ലൗസ് ഹാൻഡ് വർക്ക് ചെയ്ത ബ്ലൗസിന് കുർത്തിക്ക് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിസൈനാണ്. സിമ്പിളായിട്ട് ചെയ്യാവുന്നത്. അത് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാമെന്ന് നമുക്കറിയണ്ടേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് നോർമൽ സ്വയിങ് ത്രെഡ് ആണ് കേട്ടോ. ഒത്തിരി പേര് മെസ്സേജ് അയച്ചും കമൻസിലും ചോദിക്കുന്നുണ്ട് എന്ത് ത്രെഡാണ് നമ്മൾ ആരി വർക്കിന് എടുക്കുന്നതെന്നുള്ളത്. സ്വയിങ് ത്രെഡ്, നോർമൽ സ്വയിങ് ത്രെഡ് തന്നെയാണ് എടുക്കുന്നത്. ഇത് തന്നെയാണ് കേട്ടോ നല്ല ഡ്യൂറേഷൻ കിട്ടുന്നതും ഈ ത്രെഡ് തന്നെയാണ്. പിന്നെ നമ്മുടെ നല്ല ഗ്ലോസി ആയിട്ടുള്ള ഗോൾഡൻ ഷുഗർ ബീഡാണ്. പിന്നെ വരുന്നത് ഗോൾഡൻ കട്ട് ബീഡാണ് കേട്ടോ. ഇതൊന്നും കളറ് പോകാത്തതാണ്. എല്ലാവരും ചോദിക്കും കളറ് പോകുമെന്ന്. പക്ഷെ കളറ് പോകത്തില്ല. നമ്മൾ അടിച്ച് നനയ്ക്കരുത്, കല്ലിൽ അടിച്ച് നനയ്ക്കാതിരുന്നാൽ മാത്രം മതി. പിന്നെ യൂസ് ചെയ്യുന്നത് ഒരു ബേജ് ഷെയ്ഡ് വരുന്ന ബഞ്ച് ബീഡാണ് കേട്ടോ. ഇത് ഇതിനോട് ഈ നമ്മുടെ സ്കർട്ടിന്റെ മെറ്റീരിയലിനോട് നല്ല മാച്ച് ആയതുകൊണ്ട് അതേ കളർ തന്നെയാണ് ബഞ്ച് ബീഡ് ഞാൻ എടുത്തിരിക്കുന്നത്. ഗോൾഡൻ അല്ല കേട്ടോ ബഞ്ച് ബീഡ്. വീഡിയോയിൽ ഗോൾഡൻ ആയിട്ട് തോന്നുന്നതേ ഉള്ളൂ, പക്ഷെ ഗോൾഡൻ കളർ അല്ല കേട്ടോ. നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ. ഞാൻ ഇത് കസ്റ്റമർ എനിക്ക് നല്ല മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് സ്റ്റിച്ച് ചെയ്യാൻ വന്നാണ് കസ്റ്റമർ തന്നെ എടുത്തു തന്നിട്ടുള്ള മെറ്റീരിയലാണ്. പക്ഷെ ഞാനത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ട് ഞാൻ അവിടെ പോയി എടുക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സെയിൽ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കും. അപ്പം അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് വന്നിട്ട് ഒരു ടിഷ്യൂവിൻ്റെ മെറ്റീരിയലാണ്. നോർമൽ ടിഷ്യൂവിലാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. നല്ല ഗ്ലോസി ആയിട്ടുള്ളൊരു ടിഷ്യൂ ആണ്. ബോട്ടിൽ ഗ്രീൻ ആണ് കളർ വന്നിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ആവശ്യമുള്ള നെക്കിൻ്റെ വൈഡും ലെങ്ത്തും അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതിപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മെഷർമെൻറ്റ് ഒരു 3 ഇഞ്ചാണ് കഴുത്തകലം വന്നിരിക്കുന്നത്, വൺ സൈഡ്. അപ്പോൾ 6 ഇഞ്ച് കഴുത്തകലം, 5.5 ഇഞ്ച് നെക്ക് ഇറക്കം വന്നിട്ടുള്ളത്. ഒരു താജ്മഹൽ ഷേപ്പ്, ഒരു ആലില ഷേപ്പിലൊക്കെ വരുന്ന ടൈപ്പ് നെക്കാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആ വരച്ചു കൊടുക്കുന്ന ബോർഡർ എനിക്ക് തീർന്ന് കിട്ടുന്ന ഭാഗമാണ്. ഇതിലേക്ക് ഞാൻ വേറെ തയ്യൽ തുമ്പ് ആഡ് ചെയ്യാതെയാണ് ഞാനിപ്പം ഇത്രയും തീർന്ന് കിട്ടിയാൽ മതി. അപ്പം അത് തയ്യൽ തുമ്പ് ആഡ് ചെയ്യാതെയാണ് ഞാൻ നെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നോർമൽ എന്താ പറയുക, ആരി സ്ട്രെയിറ്റ് സ്റ്റിച്ചിൽ തന്നെ എടുക്കുക. ഇപ്പോഴും ബേസിക് നമ്മൾ ഒത്തിരി പേര് നമ്മുടെ ബേസിക് വീഡിയോസ് കാണുന്നുണ്ട്, ആരിയുടെ ബേസിക് വീഡിയോസ്. അപ്പം ഇത് പുള്ള് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മൾ ആരി നീഡിൽ എടുക്കുന്നതോടുകൂടി തന്നെ നമ്മൾ ബാക്കിലോട്ട് ഒന്ന് പുള്ള് ചെയ്തെടുക്കണം. അതായത് നമ്മൾ നീഡിൽ ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നതോടുകൂടി തന്നെ ബാക്കിലോട്ടൊന്ന് പുള്ള് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നീഡിൽ വെളിയിലേക്ക് എടുക്കാനായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നോർമൽ സ്ട്രെയിറ്റ് സ്റ്റിച്ചിൽ തന്നെ ഞാനിപ്പോൾ കുറച്ച് പോർഷനാണ് ചെയ്ത് കാണിക്കുന്നത്. നോർമൽ സ്ട്രെയിറ്റ് സ്റ്റിച്ചിൽ നമ്മുടെ ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കുക. അപ്പം എല്ലാ വർക്കുകളിലും ഞാൻ പറയാറുണ്ട്, നമ്മുടെ ബ്രൈഡൽ വർക്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഷൈനി ആയിട്ടുള്ള നല്ല കട്ട് ബീഡുകൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോയ്ക്കൊക്കെ വരുമ്പോൾ നല്ല ഷൈനിങ് ആയിരിക്കും. ഗോൾഡൻ ഏത് കളറാണെങ്കിലും കട്ട് ബീഡിന് കുറച്ച് ഷൈനിങ് കൂടുതലായിരിക്കും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ അടുത്ത ലെയറായിട്ട് സ്ട്രെയിറ്റ് നോർമൽ ചെയിനിൽ തന്നെ കട്ട് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗോൾഡൻ കട്ട് ബീഡാണ്, നല്ല ക്വാളിറ്റി ഉള്ള കട്ട് ബീഡാണ്. അപ്പം ഇത് നമ്മുടെ നോർമൽ സ്വയിങ് ത്രെഡിൽ തന്നെയാണ് ചെയ്യുന്നത്, ഞാൻ മുൻപേ പറഞ്ഞല്ലോ. അപ്പം അതിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ബീഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നോർമൽ സ്വയിങ് ത്രെഡിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇനി ഞാൻ എടുക്കുന്നത് നമ്മുടെ ബഞ്ച് ബീഡാണ്. ബഞ്ച് ബീഡ് കുറച്ച് ഗ്യാപ്പ് ഇട്ട, അതായത് അതിൽ ഓരോ ലെയർ 4 വശത്തോടെയും ഓരോ ലെയർ നമ്മുടെ ഷുഗർ ബീഡ് പാസ് ചെയ്ത് പോകാൻ പാകത്തിനുള്ള അകലം ഇട്ടിട്ട് കൊടുക്കുക. നമ്മൾ കുറച്ചൊന്ന് ചെയ്ത് വരുമ്പം കുറച്ച് ഒരു 3-4 ബീഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ചുറ്റും നമ്മുടെ ഞാൻ ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് കാണിക്കുന്ന ഷുഗർ ബീഡ് റൗണ്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഏകദേശം അതിൻ്റെ എത്ര അകലം ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റൗണ്ട് കവർ ചെയ്യും എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പം നിങ്ങൾ തുടക്കക്കാരെ അങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഒരു 6 ബീഡ് അല്ലെങ്കിൽ 7 ബീഡ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതെങ്ങനെ റൗണ്ട് സിമ്പിളായിട്ട് നമുക്കതെങ്ങനെ റൗണ്ട് ചെയ്ത് ഓരോ ബീഡ് ഓരോന്നിട്ടിട്ട് ഓരോന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നതിലും കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ളൊരു രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പല വീഡിയോസിലും ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതുപോലുള്ള വർക്ക്. അപ്പം ഇതാദ്യം സിക്സാക്കായിട്ട് ഇങ്ങനെ വളച്ച് പോകും. നമ്മൾ തുടക്കം ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുക, ഷുഗർ ബീഡ് എടുക്കുക, സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തതിന്
കൊടുത്തതിന് ശേഷം ഒരു 2 ബീഡ് വളവുകൾ വരുന്ന ഭാഗത്ത് 2 ബീഡ് ഇട്ട് കൊടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്ത് 3 ബീഡ് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ 3 ബീഡ് ഇട്ട് ഇങ്ങനെ സിക്സാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ ഒരു വേവ് ഷേപ്പിലേക്ക് കൊണ്ടുവരിക. കണ്ടോ, ഈ രീതിയിൽ നല്ല ഒടിഞ്ഞു വരേണ്ട സ്ഥലത്ത് 2 ബീഡ് പ്രാക്ടീസ് ആകുന്നവരെ. തീരെ ചെറിയ ബീഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ബീഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതായത് പല ബീഡിന്റെ വലുപ്പം കാണുമല്ലോ, ഒത്തിരി വലിയ ബീഡ് എടുത്തു കഴിഞ്ഞാൽ ഭംഗിയില്ല. കുറച്ച് നല്ല നേർത്ത ബീഡ് വന്നാലാണ് കേട്ടോ ഭംഗിയുള്ളൂ. ഇനി ഞാനത് ഇവിടെ ക്ലോസ് ചെയ്യാണ്. ആക്ച്വലി ഇത് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്നിപ്പോൾ എനിക്ക് കണ്ടിന്യൂവേഷൻ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ അവിടെ ക്ലോസ് ചെയ്തത്. അതായത് അവിടെ നിന്ന് വീണ്ടും ലൈൻ എനിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കൊണ്ടാണ് ഞാൻ അവിടെ ക്ലോസ് ചെയ്യുന്നത്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ തുടങ്ങിയെടുത്ത് വന്ന് ബാക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം പോയ ആ വേവ് ഡിസൈൻ ഉണ്ടല്ലോ, അത് കവർ ചെയ്ത് വീണ്ടും നമ്മൾ ഇപ്പുറത്തെ സൈഡിലൂടെ നമ്മൾ വീണ്ടും വേവ് ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് പോവുക. അപ്പം എന്താ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബീഡ് ക്രോസ് ചെയ്യേണ്ട ഭാഗം ഉണ്ടല്ലോ, ഇപ്പൊ കണ്ടോളൂ, 2 ബീഡ് കഴിഞ്ഞിട്ട് 2 ബീഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്രോസ് ചെയ്യണം. അപ്പം അതിന്റെ മുകളിലൂടെ നമ്മൾ ബീഡ് ഇട്ട് കൊടുക്കരുത് ഒരു കാരണവശാലും. അവിടെ ഒരു സിംഗിൾ സ്റ്റിച്ച് ആ ലൈനിന്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഓരോ സിംഗിൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്ത ബീഡ് വരണ്ടോടത്ത് വരുമ്പോഴത്തേനും ബീഡ് ഇട്ട് കൊടുക്കുക. കേട്ടോ, ബീഡ് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് അതിന്റെ മുകളിലൂടെ കയറി വരരുത് കേട്ടോ. എന്നാലാണ് നമുക്കത് ലൈൻ പോലെ നമുക്ക് ഫോം ആയി കിട്ടത്തുള്ളൂ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്ന ഒരു സിമ്പിൾ വീഡിയോയാണ്. സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ തന്നെ നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് ചെയ്തു പോകാം കേട്ടോ. ഇനി ഇതിലിപ്പം ഞാനിപ്പം 2 സൈഡും നെക്കിന്റെ ഫുൾ നെക്ക് റൗണ്ട് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അത് ബീഡ് ഓവർലാപ്പായി കയറി വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് അവിടെ ഒരു ചെയിനും കൂടെ കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ സ്റ്റിച്ച് ഒന്നും കൂടെ സ്ട്രോങ് ആവത്തേ ഉള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഷുഗർ ബീഡ്, ഒറ്റ ഷുഗർ ബീഡ്. ഇനി അടുത്തത് ഒരു പേൾ എടുക്കുന്നുണ്ട്, ചെറിയ പേൾ, വൈറ്റ് പേൾ എടുക്കുന്നുണ്ട്, വൈറ്റ് പേള്, പിന്നെ വീണ്ടും അഗെയിൻ ഒരു ഷുഗർ ബീഡ്. അപ്പം അങ്ങനെ 3 എണ്ണമായിട്ട് അടുത്ത ഒരു ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് ചെയ്തതിന് ശേഷം 3 എണ്ണമായിട്ട് ഒരുമിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ലോക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഓരോ സെക്ഷൻ ബീഡിന്റെ ഇടയിലൂടെ നമ്മൾ ഓരോന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതൊരു ഹാങ്ങിങ് ഫോമിലേക്ക് വരും. ഇത് കസ്റ്റമറിന് ഇഷ്ടത്തിന് തന്നെ അല്ലാട്ടോ ചെയ്തിരിക്കുന്നത്, എന്നോട് ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നെക്ക് നല്ലോണം തന്നെ ക്യാൻവാസ് വെച്ചാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നെക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ബാക്കിൽ നമ്മൾ ഹുക്കാണ്, നോർമലി തന്നെ ഹുക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വന്നിട്ടുള്ളത് സ്ലീവിൽ ചെറിയൊരു പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വർക്ക് മുഴുവനും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്രിൻസസ് കട്ട് ബ്ലൗസാണ് ചെയ്തിരിക്കുന്നത്. സ്ലീവ് ചെറിയൊരു പഫ്, നമ്മുടെ പ്രിന്റ് നല്ല രീതിയിൽ തന്നെ സ്ലീവിലേക്ക് വരുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.